പി വി അൻവറും രാഷ്ട്രീയ കേരളവും ഇനിയും ശരിക്കും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പി ശശി എന്ന രാഷ്ട്രീയക്കാരനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവ സൂര്യൻ AKG ജനിച്ച കണ്ണൂർ ജില്ലയിലെ മാവിലായി എന്ന ചെറിയ ഗ്രാമത്തിൽ ജനനം. SFIയുടെ പഴയ രൂപമായ KSFിലൂടെ വിദ്യാർത്ഥി സംഘടനാ രംഗത്തേക്ക്. KSUവിൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന കണ്ണൂർ SM കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി. 1975 അടിയന്തരാവസ്ഥ കാലത്ത് കോളേജിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക്. 1980 പുനലൂർ വെച്ച് നടന്ന SFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി നേതൃനിരയിലേക്ക്. 1996 മുഖ്യമന്ത്രി നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കേരള പോലീസിനെ പോക്കറ്റിലാക്കിയ നീണ്ട 5 വർഷം. ഈ കാലയളവിൽ കുഞ്ഞാലിക്കുട്ടിയെ ഐസ്ക്രീം കേസിൽ നിന്ന് പുറത്തെടുത്ത് ഇന്നും ലീഗുമായി അഭേദ്യമായ ബന്ധം. 2005 പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ഈ കാലയളവിൽ കണ്ണൂരിനെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള ജില്ലയാക്കി. 2011 കുഞ്ഞാലിക്കുട്ടിക്ക് പഠിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്. വനവാസക്കാലത്ത് തലശ്ശേരി കോടതിയിൽ അഭിഭാഷകനായി. TP കേസ് ഉൾപ്പെടെ പിന്നീട് പാർട്ടി കേസുകളുടെ ചാകര. ബിസിനസ് മാനേജ്മെൻറ്റിലും ജേർണലിസത്തിലും ഈ കാലയളവിൽ ബിരുദങ്ങളും എടുത്തു. 2018 പാർട്ടിയിൽ തിരിച്ചെത്തി. പാർട്ടിയുടെ എല്ലാ ചട്ടങ്ങളും ചട്ടക്കൂടുകളും തെറ്റിച്ചുകൊണ്ട് സമ്മേളന പ്രതിനിധിയല്ലായിരുന്ന ശശി 2022 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക്. അതേ വർഷം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി 2ാം ഊഴം. അതായത് പി ശശിയെ തോൽപ്പിക്കാനാവില്ല എന്ന് പറയും.